ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ ഭരണത്തിൽ തൊഴിലില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾക്ക്, വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് നല്ല ജോലി കൊടുക്കാൻ സാധിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണം ഒന്നുകൊണ്ട് മാത്രമാണ് തൊഴിലില്ലായ്മ മാറ്റിയത്. ഞങ്ങളുടെ ഭരണം ഒന്നുകൊണ്ട് മാത്രമാണ് മുഴുവൻ സ്ത്രീകൾക്കും സുരക്ഷ ഒരുക്കാൻ സാധിച്ചത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. തലമുറയായിട്ട് നമുക്ക് കിട്ടിയ സ്വത്തെല്ലാം ഇങ്ങനെ വിറ്റ് നശിപ്പിച്ചില്ലേ? അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്റെ ചെറുമകൻ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവുക. അവന്റെ പഠിപ്പ് ആവശ്യത്തിന് ഒത്തിരി പൈസ ചെലവുണ്ട്. അതുകൊണ്ടാണ് ഈ പരമ്പര സ്വത്തുകളൊക്കെ വിൽക്കുന്നത്. എന്ത് പഠിക്കാനായിട്ടാ പോകുന്നത്? LKG UKG. ഇനിയും നമ്മുടെ നാടിന് ഒരുപാട് നല്ല വികസനങ്ങളെ കൊണ്ടുവന്ന് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ മുഖ്യ അജണ്ടയും ലക്ഷ്യവും. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയിക്കട്ടെ, 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 വിജയിക്കട്ടെ. നമ്മുടെ നേതാവ് തമിഴ് മകൻ 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 വിജയിക്കട്ടെ. വിദ്യ, എന്താച്ചാ? ഇന്നലത്തെ ഹിന്ദി പേപ്പർ എവിടെയാ? അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നലത്തെ പേപ്പർ തന്നെയാ. ഇന്ന് പേപ്പർ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാ? കണ്ണട വെക്കാൻ പറഞ്ഞ കേക്കില്ല. ശനിയൻ അയ്യോ, കർമ്മം ഒരു ആചാരം അറിയില്ല, അനുഷ്ഠാനം അറിയില്ല. ശനി പിടിച്ചവൻ. എന്തിനാ ഞങ്ങളെ എങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അറിയാത്തത്? ഇനി ഒരു തവണ മുട്ടയെങ്ങാനും വന്ന് വീണ ശരിയാക്കി തരും ഞാൻ. ദുഷ്ടൻ അലവലാതി, നീ എന്തായി കാണിച്ചു കൂട്ടുന്നേ? മറ്റുള്ളവർക്കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല നിന്നെ കാരണം. ആവശ്യമില്ലാതല്ല ചെയ്തിട്ട് എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക. നിന്നെ നിക്കമ്മായി, ഞാൻ പോയി അവനെ വഴക്ക് പറഞ്ഞിട്ട് വരാം. ശരി മോളെ. എന്താ വിചാരിച്ചിരിക്കുന്ന മനസ്സിൽ? ഇത്രയും പേര് താമസിക്കുന്ന സ്ഥലത്ത് നിക്കറിട്ടുണ്ടാണോ എക്സസൈസ് ചെയ്യുന്നത്? മുട്ടയുടച്ച് താഴെ ഇട്ടു. ഞങ്ങൾ താമസിക്കേണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെ ചോദിക്കാം. ഇത് നിന്റെ തെറ്റൊന്നുമല്ല. നിന്നെ പോലുള്ളവർക്ക് ഈ വീട് തന്നില്ലേ, ആ വീട്ടിലെ അമ്മയെ തന്നെയാ പറയണ്ടേ. നല്ലോണം വഴക്ക് വരെ പറഞ്ഞോണ്ടിരിക്കുക. വെജിറ്റേറിയൻകാരായ ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ നോണൊക്കെ കഴിക്കാമോ? ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടല്ലേ? നാം അടങ്ങി പോകുന്ന പോലെ 4 എണ്ണം പറയുന്നുണ്ട്. അപ്പോഴേ അവന് ബുദ്ധി തെളിയും. പോയി. എന്താന്ന് ഒരു തവണ ഇതുപോലുള്ള തെറ്റ് ചെയ്യുമ്പോ ഞാൻ വന്ന് തീർക്കണോ അല്ലേ? കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു?
മട്ടൻ കഴിച്ചിട്ട് അതിന്റെ എല്ലൊക്കെ വീടിന്റെ ഫ്രണ്ടിലിട്ടു. ഇന്നാണെങ്കിൽ മുട്ടയെടുത്ത് അമ്മായിയുടെ തലയിലിട്ടു. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഇതുപോലെ എങ്ങാനും ചെയ്താലുണ്ടല്ലോ അപ്പൊ കാണിച്ചു തരാം. അത് ശരി, ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ടീച്ചറാണെന്ന് തോന്നുന്നു. ടീച്ചറല്ല, അമ്മയായിരുന്നു. ഏയ് ലൂസ്, ഇനി കോളേജിലൊന്നും പോയില്ലേ? അവിടെ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ആഹാ സുമതി, ഇന്നത്തെ സാമ്പാർ സൂപ്പറാ. കുറച്ച് കയ്യിലൊഴുക്കി കുടിക്കട്ടെ. ഓഹോ, സക്സസ്. 6 സക്സസ്. എന്താ മോനെ 6 ഒന്നുമില്ല ചേട്ടാ, ഭക്ഷണത്തിനകത്ത് പല്ലി വീണ് കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്യോ ഉറക്കം വരുമോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. 6 ദിവസം ടെസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. പല്ലിയ? പല്ല് തന്നെയാണ് ചേട്ടാ. ചേട്ടൻ ഇപ്പൊ സൂപ്പറാണെന്ന് പറഞ്ഞ് നക്കി കുടിച്ച സാമ്പാർ വേറൊന്നുമല്ല, വാല് മുറിഞ്ഞ് ചത്തുപോയ പല്ലിയാണ്. 6 ദിവസം വെറുതെയായി. എന്റെ ദൈവമേ, ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസും എനിക്ക് നഷ്ടമായി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ക്ലാസ് തുടങ്ങാൻ സമയമായി മോനെ. ഇപ്പൊ വരാം സാർ. വണ്ടിയിട്. നമസ്കാരം. ഇത് കൊച്ചി മഹാരാജാസ് കോളേജിൻ റേഡിയോ സ്റ്റേഷൻ. ഇത് ചാനൽ 4-ൽ ചോദ്യോത്തരവേള. ഞങ്ങളുടെ ഇഷ്ടത്തിന് തോന്നുന്ന പരിപാടികളും ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാം. ഇന്നത്തെ സായാഹ്ന പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നു. ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. ഈ ആഴ്ച ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് 8 കാലുള്ള 8 കാലികളുടെ കഷ്ടപ്പാടുകൾ എന്ന നാടകത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ആ നാടകത്തിൽ 8 കാലികൾക്ക് 7 കാലികൾ മാത്രമാണ് കാണിച്ചത്. ബാക്കിയുള്ള ഒരു കാലം എവിടെ പോയെന്ന് ഊട്ടിലിരുന്ന് ജലദോഷം പിടിച്ചൊരു വല്യപ്പൻ ചോദിച്ചിരിക്കുകയാണ്. അതായത് 8 കാലിക്ക് 8 കാലല്ലേ ഉള്ളൂ. ആ 8 കാലി ഒരു കാലിന്റെ മേലെ മറ്റൊരു കാല് വെച്ചോണ്ടാ നിങ്ങൾക്ക് 7 കാലായിട്ട് തോന്നിയത്. ഇതുപോലെ തന്നെയാണ് സാർ. ഇതുപോലല്ല. എന്തായാലും നിങ്ങൾ നല്ലൊരു കണ്ണ് ഡോക്ടറെ കണ്ടാ ഈ കാലിന്റെ പ്രശ്നം തീരും. ഇത് കുറച്ച് കട്ടിയായി പോയി കേട്ടോ. കുഴപ്പമില്ല, വായിക്ക്. നല്ല അറിവുള്ള ആള്. സാരമില്ല, വായിച്ചോ. നാണമില്ലാത്ത ചെറ്റേ, താടി വെച്ച കരടി. കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് നിന്റെ വൃത്തികെട്ട വാക്ക് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പാർട്ടി നേതാവിനെ കുറിച്ച് എന്ത് വിവരക്കേടാ നീ പറഞ്ഞുകൊണ്ടിരുന്നത്? നീ ആരാന്നാടാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വാടാ. നിന്റെ കൂമ്പിടിച്ച് വാട്ടി നിന്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കി. വെട്ടുവോ അവൻ ശരിക്കും വെട്ടുവോ? അവന് മാത്രമേ കത്തിയുള്ളൂ. എന്താ നമ്മളൊരു കത്തിയില്ലേ? അന്ന് ഞാനില്ലായിരുന്നു, നീ മാത്രമേ ഉള്ളൂ. അടങ്ങിയിരിക്ക അവിടെ. ഈ പരിപാടിയിൽ 7-ന് പകരം 7:30 പാട്ട് വിട്ടിട്ട് അവനിപ്പോ എന്നെ കംപ്ലൈന്റ് ചെയ്യുന്നു. ആ നായ ഇപ്പൊ എന്നോടാ കളിച്ചു വരുന്നേ. എന്നെ ഇപ്പൊ അവൻ താടിക്കാരൻ നായെന്നാ വിളിച്ചോണ്ടിരിക്കുന്നേ. അവന്റെ അഡ്രസ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. കൊലഹാരം പേട്ടയിൽ എവിടുന്നാലും എനിക്ക് കുഴപ്പമില്ല. പേരെന്താന്ന് വെച്ചാൽ പറ. കൊലഹാരം പേട്ടയിലുള്ള ഒരു പാവപ്പെട്ടവനാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഇതുവരെ 61 പേരെ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട് സാർ. അവനാണോ? അവൻ തന്നെയാണ് സാർ. ക്ഷമിക്കണം, ഇടയ്ക്ക് നേരിട്ട തടസ്സത്തിൽ ഖേദിക്കുന്നു. അടുത്ത ചോദ്യം ഇപ്പൊ വായിക്കും. നിങ്ങൾക്ക് ചൊറി, ചെരങ്ങ, ത്വക്ക് രോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ സാർ, ഉണ്ട്. എഴുന്നേറ്റ് പോടാ നായിന്റെ മോനെ. മാല, ഈ വർഷം ദീപാവലിക്ക് നിന്റെ അമ്മ എവിടുന്നാ തുണിയെടുത്തേ? എല്ലാം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കട്ടെടുത്തതാ. ഏറ്റവും നല്ല തുണിത്തരങ്ങൾക്ക് അടുത്ത വീട്ടിൽ അഴയെ സമീപിക്കുക. മമ്മി, ഐ വാണ്ട് മാഗി. ചെരിപ്പൂരി അടിക്കും. നിന്റെ അച്ഛൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് നിനക്ക് മാഗിയാ വേണ്ടത്? നോൺസെൻസ്. രാമേട്ടാ, മോളെ, അവിടെ എന്താ അവര് ചെയ്തോണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല മോളെ. നമ്മുടെ കോളേജിനെ പറ്റി ഒരു ഡോക്യുമെന്ററി എടുക്കാൻ TV സ്റ്റേഷൻ തോന്നുന്ന ആൾക്കാരാ. അവരെ കെട്ടിട്ടിട്ട് ഇവര് ഡോക്യുമെന്ററി എടുത്തോണ്ടിരിക്കുക. വെറുതെ തമാശക്ക് വേണ്ടിട്ട്. ആദ്യം പോയി അവരെ അഴിച്ചുവിട്. ശരി, ഇപ്പൊ ചെയ്തോളാം. ഈ ക്യാമറ കൊണ്ടുപോയി അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുമോ? കൊണ്ടുപോയി കൊടുക്കണേ. പോ.
അയ്യോ കഷ്ടം. സുഭാഷ്, ഇത് നിന്റെ അസൈൻമെന്റ്. താങ്ക്സ്. എന്റേതോ? ആ ഓക്കെ. ആ വാ മച്ചാ. ഹായ്. ഹലോ ബോസ്. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ പരിപാടി? എന്നത്തെ പോലെ ഇവള് തന്നെ ആയിരിക്കുമല്ലേ അസൈൻമെന്റ് ഒക്കെ എഴുതി തന്നത്? അതേടാ. നാണല്ലോടാ നിങ്ങൾക്ക്. രാത്രി മുഴുവൻ ഉറക്കം വിളിച്ച ഒരു പെണ്ണ് നിങ്ങൾക്ക് വേണ്ടി എഴുതുക, അത് കാണിച്ച് നിങ്ങൾ മാർക്ക് മേടിച്ചങ്ങ് പോകും. ആ അത് തന്നെ ചോദിക്കും മച്ചാ. ചെല്ലടാ, പോയി പഠിക്ക്. ആ ശരി, വലിയൊരു പഠിത്തക്കാരൻ വന്നേക്കുന്നു. ഇവനൊക്കെ എവിടുന്നാ വന്നിരിക്കുന്നത്? ചിരിക്കല്ലേ, ഇവരെ നീയാ ചീത്തയാക്കുന്നത്. ദേഷ്യപ്പെടില്ലേ ബോസ്, അവരെല്ലാവരും പരീക്ഷ തുടങ്ങുമ്പോഴേക്കും പഠിച്ചോളും. ചൂടായിരിക്കല്ലേ, വാ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും തണുത്തത് കഴിക്കാം. വാ കഴിക്കാം. അത് പോട്ടെ, കൾച്ചറൽസ് എന്നാ 20-ാം തീയതി ആണോ? അല്ലടാ 18th. മാഷ് ബോക്സ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എടുക്കടാ 100 രൂപ. മച്ചാ, ആണ് വരുന്നുണ്ട്. ഹായ് ബേബി. ഹലോ വിദ്യ. ഹായ് ഡാർലിംഗ്. സിഗരറ്റ് കത്തിച്ചു നോക്കാൻ പറ്റുമെന്ന് ബെറ്റ് വെച്ചു. ഡൺ. 100 രൂപ കിട്ടി. ഡാ ചെറുക്ക, നീ എപ്പോഴാ എന്നെ താലി കെട്ടാൻ പോകുന്ന? നീ സാരി ഉടുത്തോണ്ട് വരുന്ന ദിവസം. കണ്ട പറ്റില്ലെന്ന് പറ. അതുകൊണ്ട് എന്നോട് കഴിയില്ലെന്ന് മാത്രം പറയരുത്.